ഞാൻ അമ്പിളി. വിവാഹ ജീവിതത്തിൽ പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണേലും എല്ലാവർക്കും കുറ്റപ്പെടുത്താനും പല പല അഭിപ്രായങ്ങൾ പറയാനും എളുപ്പമാണ്. പക്ഷേ ചില ബന്ധങ്ങൾ എന്താണ് പറയുന്നത്, ചോരയും നീരും ഊറ്റി കുടിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ചില ഡ്രാക്കുളമാരെ പോലെ അതിനും മോശമായ രീതി, ശരിക്കും നമ്മൾ ഈ രക്തപിശാചുക്കൾ എന്നൊക്കെ പറയുന്നില്ലേ, അതിനും മോശമായ രീതിയിൽ പെരുമാറുന്ന ചില മാതാപിതാക്കൾ, ശരിക്കും അവരെ എന്തിനു വേണ്ടിയിട്ട്, അവർ ചിലപ്പം മനഃപൂർവ്വമായിരിക്കില്ല എങ്കിൽ പോലും അവർക്ക് വന്ന ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് മകനോടുള്ള സ്നേഹമല്ല, അവർക്ക് മകനെ കൈവിട്ട് പോവുകയോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അധികാരങ്ങൾ പോവുകയോ എന്തൊക്കെയോ ഉള്ള സ്നേഹം കൊണ്ടല്ല അവർ കാണിച്ചു കൂട്ടുന്ന ഇതൊന്നും. ഇങ്ങനെ ഊറ്റി നീര് ഉറിഞ്ചി കുടിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള പല അനുഭവങ്ങളും പല കാരണങ്ങളും നമുക്ക് പലതും വാർത്തകളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സംശയിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അല്ലാതെ രീതിയിൽ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളോ ഇതൊന്നുമല്ല ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടികൾ പോലും ഇവർക്കൊക്കെ ഇത് നേരത്തെ തിരിച്ചറിയാൻ വയ്യായിരുന്നോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പോരാൻ വയ്യായിരുന്നോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ പുറമെ നിന്ന് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. പക്ഷേ ആ ഒരു കൂട്ടിനുള്ളിൽ പെട്ടവരുടെ അവസ്ഥയുണ്ടല്ലോ, അത് വളരെ ദയനീയം തന്നെയാണ്. അതിൽ നിന്ന് എങ്ങനെ എപ്പോൾ എങ്ങനെ, കാരണം ആരും അവരവരുടെ ജീവിതം തച്ചുടയ്ക്കാൻ മാത്രം അവനവനിരിക്കുന്ന കൊമ്പ് മുറിക്കാൻ മാത്രം പൊട്ടന്മാരൊന്നുമല്ലല്ലോ ആരും, ആണോ? അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശരിക്കും അതുപോലെയുള്ളൊരു വിവാഹ ജീവിതത്തിൻ്റെ ഇരയാണ് ഞാനൊക്കെ. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാനും. പക്ഷേ അതിനുള്ളിൽ പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതാണോ തെറ്റ്, ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ തന്നെ വളരെ കാലം ഞാനൊക്കെ എടുത്തു. ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണമെന്നറിയാതെ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. അന്നൊന്ന് സഹായിക്കാൻ എങ്ങനെയൊന്ന് ചോദിക്കണം, ആരോട് ചോദിക്കണം, അല്ലെ ചോദിച്ചാൽ മനസ്സിലാവുക. നമ്മളെ മനസ്സിലാക്കാൻ ആർക്കും പറ്റിയെന്നിരിക്കില്ല, നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ആർക്കും അതിന് എന്താ പറയുന്നത്, അതൊന്നും ആർക്കും മനസ്സിലാവില്ല ആ അവസ്ഥ എന്ന് പറയുന്നത്. ദയവ് ചെയ്ത് അതുകൊണ്ട് ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും അവർ പറയുന്നത് നിങ്ങളോട് ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കൈത്താങ്ങിനായിട്ടായിരിക്കും അവർ ഇത് പറയുന്നത്. അതിനെ വെറും ഒരു നിസാരവൽക്കരിക്കാതെ ജസ്റ്റ് ഒന്ന് കേൾക്കാൻ തയ്യാറാവുക എല്ലാവരും.